നമസ്കാരം സുഹൃത്തുക്കളെ. ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയും ഏറ്റവും ധനികനായ വ്യക്തിയും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നു. വേറെ ആരുമല്ല, ഇലോൺ മസ്കും ട്രംപും കൂടി റൊമാൻസ് അവസാനിച്ചിരിക്കുകയാണ്. അവർ ഒരുമിച്ചും വൈറ്റ് ഹൗസിലും എയർഫോഴ്സ് വണ്ണിലൊക്കെ ആയിരുന്നു, ഒരുമിച്ച് യാത്രാ കിടപ്പൊക്കെ ആയിരുന്നു കഴിഞ്ഞ 2-3 മാസം മുമ്പ് വരെ. തമ്മിൽ വേർപിരിഞ്ഞിരിക്കുകയാണ്. അതായത് ഇലോൺ മസ്ക് ആണ് ട്രംപിനെ സാമ്പത്തികമായിട്ട് ക്യാമ്പയിനിങ് സമയത്ത് ഹെൽപ്പ് ചെയ്ത് ഏകദേശം $275 മില്യൺ അദ്ദേഹം സഹായിച്ചു. ട്വിറ്റർ വാങ്ങിച്ചു. അതിനുശേഷം അധികാരത്തിൽ വന്നു. ട്രംപ് അദ്ദേഹത്തിന് സമ്മാനമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് കൊടുത്തു. അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ ഡീറെഗുലേറ്റ് ചെയ്യാൻ, അതായത് അദ്ദേഹത്തിന്റെ ബിസിനസ്, സ്പേസ് ബിസിനസ്, ന്യൂറോ ലിങ്ക്, അദ്ദേഹം എല്ലാ ബിസിനസ്സുകളും ഡീകമ്മീഷൻ ചെയ്യാൻ തയ്യാറെടുത്തിരുന്ന ഒരു ഏജൻസികൾ അദ്ദേഹം സ്വന്തം വരുതിയിലാക്കി. അങ്ങനെ കാര്യങ്ങൾ ഭംഗിയെ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ പറഞ്ഞ ഈഗോ ഡൈനാമിക്സ് എന്ന് പറയും. ഈഗോ ഉള്ള രണ്ട് വ്യക്തികൾക്ക് ഒരേപോലെ ഒരേ സമയം ഒരുമിച്ച് മുന്നോട്ട് പോവുക അസാധ്യമാണ്. കുറെ കഴിയുമ്പോൾ ഈ പറയുന്ന ഈഗോ ഡൈനാമിക്സ് കളിക്കാൻ തുടങ്ങും. അവർക്ക് വേർപിരിഞ്ഞേ പറ്റൂ. വേർപിരിഞ്ഞാൽ പിന്നെ എന്താ സംഭവം എന്ന് പറയുന്നത് ചെളിവാരി എറിയലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കഴിഞ്ഞ ചൊവ്വാഴ്ച ഇലോൺ മസ്കിനെ വൈറ്റ് ഹൗസിൽ നിന്ന് മനോഹരമായി സെൻഡ് ഓഫ് കൊടുത്ത് ഒരു താക്കോല് കൊടുത്ത് തിരിച്ചയച്ചു ട്രംപ്. മനോഹരമായി അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവർ പിരിഞ്ഞ ശേഷം തുടങ്ങിയിരിക്കുന്നത് ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് ട്രംപിനെ കടന്നാക്രമിക്കുകയായിരുന്നു. ട്രംപിന്റെ ബില്ലിനെ പറ്റി. ബില്ല് എന്താണ്? ബില്ല് എന്ന് പറഞ്ഞാൽ പുതിയ ടാക്സ് ബിൽ. അതായത് അടുത്ത 8 വർഷം അല്ലെങ്കിൽ 6 വർഷം അമേരിക്കൻസിന്റെ ലൈഫിന് അല്ലെങ്കിൽ അവരുടെ ടാക്സ് ക്രെഡിറ്റിന് എങ്ങനെയാണ് അവർ എത്ര എമൗണ്ട് ടാക്സ് കൊടുക്കണം അല്ലെങ്കിൽ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ബില്ല് വരാൻ പോവുകയാണ്. ആ ബില്ലിൽ മസ്കിന് അനുകൂലമായ കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. മസ്കിന് അനുകൂലമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ടെസ്ലയാണ് മെയിൻ സോഴ്സ് ഓഫ് വരുമാനം ആരുടെ? ഇലോൺ മസ്കിന്റെ. അതായത് മെയിൻ സോഴ്സ് ഓഫ് വരുമാനം അവിടെ നിന്നാണ്. അപ്പം ഇലക്ട്രിക് വണ്ടികളുടെ ക്രെഡിറ്റ്, അതായത് ഒരു വ്യക്തി ഇലക്ട്രിക് വണ്ടി അമേരിക്കയിൽ വാങ്ങിച്ചു കഴിഞ്ഞാലും $7,500, ഏകദേശം ഒരു 6-7 ലക്ഷം രൂപ ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അതായത് വർഷാവസാനം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ ഒരു വരുമാനത്തിന് $7,500 ടാക്സ് കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഇത് ഡെമോക്രാറ്റിക് പാർട്ടിയെ ബൈഡൻ കൊണ്ടുവന്നതാണ്. ഇത് നിർത്തലാക്കാൻ ട്രംപ് തീരുമാനിക്കുന്നു. അതോടൊപ്പം ഇലക്ട്രിക് വണ്ടികൾക്ക് ഒരു വർഷം $250 നിശ്ചിത തുക ടാക്സ് ആക്കി മാറ്റിവെക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് നിശ്ചിതമായി അടച്ചേ പറ്റൂ ആരാണോ വാഹനത്തിന്റെ ഉടമ. ഇത്തരത്തിലുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ബിസിനസിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. അപ്പോൾ ടെസ്ലയെ നെഗറ്റീവായി എഫക്ട് ചെയ്യുന്ന കുറെ പരാമർശങ്ങൾ ഈ ബില്ലുണ്ടെന്ന് മനസ്സിലാക്കിയ ഇലോൺ മസ്ക് ഇതിനെ ഈ പറയുന്ന ബില്ലിനെ എതിർക്കാൻ ശ്രമിച്ചു. പക്ഷെ ട്രംപ് അതുമായി മുന്നോട്ട് പോയതോടെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഈ പറയുന്ന കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഈ പറയുന്ന ഇലോൺ മസ്ക് പരോക്ഷമായി ട്രംപിനെ ആക്രമിക്കുന്നു. അപ്പൊ ഇന്നാണ് ഈ പറയുന്ന ഇലോൺ മസ്കിന്റെ ആരോപണങ്ങൾ ട്രംപ് ഇന്ന് ഉച്ചയോടെ ഇവിടെ എടുത്തിട്ടിരിക്കുകയാണ്. ട്രംപ് അതിനെ അഡ്രസ് ചെയ്ത് പറഞ്ഞു. അതായത് ഈ ബില്ലിനെ എതിർക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന സബ്സിഡി നിർത്തലാക്കാനുള്ള തീരുമാനം, അതോടൊപ്പം തന്നെ നാസയെ നയിക്കാനായിട്ട് മസ്കിന്റെ കൂട്ടുകാരൻ ജെറഡ് ഐസക്മാനെ ശുപാർശ ചെയ്തു. അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന ഇലോൺ മസ്ക് എന്റെ കമ്പനിയിൽ നിന്ന് മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്നെ വിമർശിക്കുന്നത് എന്ന് പറഞ്ഞ് ട്രംപ് ആരംഭിച്ചിരുന്നു. അതിനുശേഷം എന്താ പറയുന്ന ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള എക്സിൽ കൂടെ അദ്ദേഹം കടന്നാക്രമിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണ്. അമേരിക്കയിലെ മധ്യവർഗത്തിന് വേണ്ടി ഞാൻ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കേണ്ടതായിരിക്കുന്നു. ട്രംപിനെ ഇംപീച്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അദ്ദേഹം പറയുന്നു ട്രംപിന്റെ പേര് എപ്സ്റ്റൈൻ ഫയൽ. എപ്സ്റ്റൈൻ ഫയൽ എന്ന് പറഞ്ഞാൽ ജെഫ്രി എപ്സ്റ്റൈൻ എന്ന് പറയുന്ന അമേരിക്കയിൽ 2019 സൂയിസൈഡ് ചെയ്ത വലിയൊരു ബില്യണർ. അദ്ദേഹം ഒരു ഫൈനാൻസറാണ്. അദ്ദേഹം ഈ പറയുന്ന അമേരിക്കയിലെ ഹോളിവുഡ് സ്റ്റാർസ്, പിന്നെ രാഷ്ട്രീയക്കാർ, അതോടൊപ്പം തന്നെ പുറത്തുള്ള രാഷ്ട്രീയക്കാരുടെ പണം ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു മിഡിൽമാൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സെക്സ് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കേസ് പെട്ടു. അങ്ങനെ അദ്ദേഹം 2019 ജയിലിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയറിയിൽ ട്രംപിന്റെ പേരുണ്ടെന്ന് പറഞ്ഞ് ട്രംപിനെ കടന്നാക്രമിക്കുകയാണ്. ഇത് കേട്ട ട്രംപ് പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ എല്ലാവിധ കോൺട്രാക്റ്റുകളും ഈ പറയുന്ന മസ്കിന് ഒരുപാട് പണം കോൺട്രാക്റ്റ് ആയി കിട്ടുന്നുണ്ട്. അതായത് ഗവൺമെന്റ് കോൺട്രാക്ട്സ് കൂടെ. അപ്പൊ അങ്ങനെ ആ കോൺട്രാക്ട്സ് നിർത്തലാക്കുന്നു, ഭീഷണി മുഴക്കുന്നു. അതിനെതിരായി ഇലോൺ മസ്ക് പറയുന്നു, ഞാൻ സ്പേസ് എക്സ്, അതായത് ഇപ്പോൾ സ്പേസിലേക്ക്, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ളത് ഈ പറയുന്ന ഇലോൺ മസ്കിന്റെ സ്പേസ് ക്രാഫ്റ്റിലാണ് പോകുന്നത്. ആ പറയുന്ന ഡ്രാഗൺ ഞാൻ ഡീകമ്മീഷൻ ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇലോൺ മസ്കിന് നാസയിലേക്ക് പോകാൻ സാധിക്കാതെ വരും. അങ്ങനെയുള്ള പ്രത്യാരോപണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പറയുന്നത്, ഞാൻ പറയും, 2 ഈഗോ ഉള്ള വ്യക്തികൾ ഫോളോ ഔട്ട് ആയിരിക്കുകയാണ്, മാറിയിരിക്കുകയാണ്. ഇതിൽ നഷ്ടം വരാൻ പോകുന്നത് ആർക്കാണ് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന നഷ്ടം, ഭീമമായിട്ടുള്ള നഷ്ടമാണ് ഇലോൺ മസ്കിന് സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം $200 ബില്യൺ
ഇന്ത്യ ഡിഫൻസ് ബഡ്ജറ്റ് ഒരു വർഷം 89 ബില്യനാണ്. $200 ബില്യൺ നഷ്ടമാണ് ഇന്ന് ഒരു ദിവസം കൊണ്ട് മാത്രം മസ്കിന് സംഭവിച്ചിരിക്കുന്നത്. കാരണം ടെസ്ല ഷെയറുടെ 15% താഴേക്ക് പോയിരിക്കുന്ന ആളുകൾ വിറ്റഴിക്കാണ് വാൾ സ്ട്രീറ്റിൽ. കാരണം ഇവർ രണ്ടുപേരുടെയും ഈ റൊമാൻസ് അവസാനിച്ചിരിക്കുന്നു. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇവരുടെ വഴക്ക് അല്ലെങ്കിൽ ഇവരുടെ ആരോപണ പ്രത്യാരോപണം തീരാൻ പോകുന്നില്ല. നാളെയും കാണാം. കാരണം ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും ഈഗോയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നാണം കെട്ട കഥകൾ പലതും കേൾക്കേണ്ടി വരും. കാരണം ഞാൻ പറഞ്ഞല്ലോ, കിടപ്പും കുടിയും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞ 3 മാസം. അപ്പോൾ പരസ്പരം പല പല കാര്യങ്ങളും പറഞ്ഞു കാണുമായിരിക്കും. പല കാര്യങ്ങളിലെയും പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വരും ദിവസങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ചാകരയാണ്.